എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ഞാൻ കാണിച്ചത്. ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളെ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഓക്കെ. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാരണം നല്ല പണിയാണ് പറഞ്ഞാൽ അത് നോമ്പായില്ലേ. ഇപ്പോൾ നോമ്പിന് 2 ദിവസം മുമ്പ് മുതൽ തുടങ്ങിയിരിക്കണ് ഓട്ടം. നല്ല ഓട്ടമാണ്. ഞാൻ വെള്ളിയാഴ്ചത്തെ വീഡിയോസാണ് ലാസ്റ്റ് ഞാൻ വിട്ടിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നല്ല ഓട്ടം. ഇന്നലെ രാത്രി വക്ര പോയിട്ട് 11-11:30 ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത്. എന്താ പറയുക, നല്ല ഓട്ടമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഓട്ടമുള്ള എല്ലാവരും ഉണ്ടാവും. കാരണം നോമ്പായാൽ ഓട്ടം കുറച്ച് കൂടുതലുണ്ടാവും. കാരണം ഇവരെ ഫ്രണ്ട്സുകൾക്കൊക്കെ എന്ത് ചെയ്യും, ഗിഫ്റ്റുകൾ കൊടുത്തേക്കും. അപ്പം നമുക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഡ്രൈവർ പണിയെടുക്കുന്നവർക്ക് അറിയാം. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ഇവർക്കിപ്പോൾ കുറേ കാഴ്ചകളുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കും. ഒരുമാർക്ക് കൊടുക്കും, ബാപ്പാർക്ക് കൊടുക്കും, എല്ലാവർക്കും ഗിഫ്റ്റ് ആക്കിയിട്ട് ഒരു ബോക്സ് ആക്കിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ അത് കൊണ്ടുപോയിടേണ്ട പണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാനും ഇവിടുത്തെ സാധനം അങ്ങോട്ട് കൊണ്ടുവരാനുണ്ടായിരുന്നു ഇന്നലെ വക്രയ്ക്ക്. അങ്ങനെ ചുരുക്കി പറയാം, 2 ദിവസമായിട്ട് വീഡിയോസൊന്നും എടുക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ നേരം കിട്ടിയില്ല. ഇന്നിപ്പോൾ ഉച്ചയായി. ഇന്നിപ്പോൾ എന്താ പറയുക, കുട്ടികളെ കൊണ്ടുപോകണ്ടായിരുന്നു. പരീക്ഷയല്ലേ. അപ്പോൾ 2 കുട്ടികൾക്ക് പരീക്ഷയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് വെറുതായിപ്പോയി. കാരണം രാവിലെ എണീച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഇവർ. രാവിലെ അല്ല, 10 മണിക്കാണ് പിന്നെ സ്കൂളുള്ളത് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ രാവിലെ എണീച്ച് കാത്തിങ്ങനെ നിന്ന് കുറേ നേരം. കാരണം നോമ്പൂടെ അല്ലേ. നോമ്പെടുത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടന്നതാണ്. കിടന്നല്ല, പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളി നിന്നൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ കാത്തു നിൽക്കല്ലേ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നമുക്ക് വിളിച്ചാണ്ട് ഞാൻ പറഞ്ഞു, ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇന്നില്ല, അന്ന് 10 മണിക്കാണെന്നാണ്. ഓക്കെ. പിന്നെ അന്ന് കുറച്ച് നേരം കിടന്ന് പിന്നെ 10 മണിക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇതാ 12:40 എടുക്കാണ്ടായിരുന്നു. 12:40 എടുത്ത് 1:30 ഇപ്പോൾ സമയം. ഇനിയിപ്പോൾ ഒന്നുകൂടെ എടുക്കാണ്ട് അവിടുന്ന് 2:30-ക്ക് 2 മണിക്ക് പോകണം. അരമണിക്കൂർ ഓടാണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് 2-3 ദിവസമായിട്ട് പൊരിഞ്ഞ ഓട്ടത്തിലാണ്. പരീക്ഷയുടെ ആയിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. ഇവർക്ക് പരീക്ഷ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 8 മണിക്ക് തുടങ്ങും. 8 മണിക്ക് തുടങ്ങി 10 മണിക്ക് തീരും. 10 മണിക്ക് വേറെ ഒന്നിനെടുത്ത് 10:30-ക്ക് വേറെ ഒന്നിനെടുത്തിട്ട് 11 മണിക്ക് അവിടെ കൊണ്ടുപോയിട്ടാണ്ടാവും. അങ്ങനെയൊക്കെ എക്സാം അങ്ങോട്ടും പരീക്ഷൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെന്താ പറയുക, കലപിലായിട്ടുള്ള എക്സാമാണ് ഇതിലുള്ളത്. പിന്നെന്താ, എല്ലാവരും നോമ്പൊക്കെ എടുത്തോ? നോമ്പിൻ്റെ അവസ്ഥ എന്താണ്? പിന്നെ എന്താ പറയുക, എന്തായാലും നോമ്പിന് തലേന്ന് നോമ്പൊക്കെ ആയിട്ട് കൂടുതൽ പണിയൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. എങ്ങനെയുണ്ട് പണി എന്നൊക്കെ അറിയാമല്ലോ. എനിക്ക് മാത്രമാണോ പണി കിട്ടണമെന്നുള്ളത്? എൻ്റെ സുഹൃത്തുക്കളൊക്കെ കിട്ടിയില്ല, ഇവിടെയുള്ള എല്ലാവർക്കും കിട്ടിയില്ല അതുപോലെ പണി. ഞാൻ ഉറങ്ങിപ്പോയി. എൻ്റെ ഇടയിൽ നല്ല ഓട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് കിടന്ന് ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫോൺ വന്നപ്പോൾ ഒന്ന് നീച്ചതാണ്, ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയേനെ. അപ്പോൾ ആദ്യത്തെ നോമ്പാണ്, ആദ്യത്തെ നോമ്പ് തുറയാണ്. എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ഞാൻ കാണിച്ചത്. നെറ്റല്ലേ, ഇതാണ് സ്പെഷ്യൽ. എന്താ, അതായത് എണ്ണക്കടികൾ, പിന്നെ ഒരു കുപ്പി വെള്ളം, ഇപ്പോഴല്ല പിന്നെ. അപ്പോൾ എന്താ പറയുക, ഫുഡ് നമുക്ക് അതന്നെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് തൃപ്തിയില്ലായ്മല്ല, നമുക്കത് മതി. പിന്നെയുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി കഴിക്കാനുള്ള ചോറും ചിക്കൻ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ സാധാരണ ഉണ്ടാവുന്നത്. അപ്പോൾ അത് രാത്രി പോയിട്ട് കഴിക്കണം. ഞാനിപ്പോൾ ഉള്ളത് ആശുപത്രിയിലാണ്. ഇപ്പോഴത്തേർക്ക് തീരെ സുഖമില്ല, ഭയങ്കര കുരയും ഒക്കെ ഉണ്ട്. എന്താണെന്നാവോ. അപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നതാണ്. ആദ്യം ലബോറട്ടറിയിൽ വന്ന് ഇനി ഇവിടുന്ന് ആശുപത്രിക്ക് അപ്പുറത്തോട്ട് പോകണം. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് കഥ. പിന്നെ ഞാനിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇന്ന് നല്ല പണിയാണ്, നാളെ നല്ല പണിയാണ്. പണി ഉള്ളതുകൊണ്ടാണ് പണിയാണെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഓന് പണി ഉള്ളതിന് ബുദ്ധിമുട്ടാണ്, പണി ഇല്ലാത്തപ്പോൾ പണി ഇല്ലാതെ പറയും, പണിയുള്ളപ്പോൾ പണിയോ എന്ന് പറയും. എന്ന് പറയണ്ട, പണി ഉള്ളതുകൊണ്ടാണ് പണി എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും.
കേട്ടോ. അത് ഒരു ഇതാക്കി എടുക്കണ്ട. ഓക്കെ. അപ്പോൾ എന്താ പറയുക, നോമ്പ് തുറക്ക് നമുക്ക് അത്ര സാധനങ്ങളേ ഉള്ളൂ. അൽഹംദുലില്ലാ ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുന്നു. പിന്നെ എന്താ പറയുക, ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ഞാനിവിടെ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. പണി കിട്ടി. വണ്ടി കൈകാണ്ട് ഇനി, അല്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരിട്ടൊക്കെ കൈകോളൂ. വണ്ടി കൈകാണ്ട്. അപ്പോൾ നോമ്പ് തുറക്ക് നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യലൊന്നും എല്ലാം അറിയിക്കും. ഓക്കെ, കമൻറ്റിലൂടെ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.